പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ടിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നോക്കൂ, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. ഭയപ്പെടാതെ യേശുപ്പൻ പറയുന്നത് വിശ്വസിച്ചാൽ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ആയിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറയുകയാണ് ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം നാം വായിച്ചു നോക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുവിൻ്റെ അടുക്കൽ വന്ന് ഹല്ലേലൂയ ഒരാൾ പറയുകയാണ്, പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന് നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറ്. ഹല്ലേലൂയ. പലപ്പോഴും പ്രീതി മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇനി ഒരിക്കലും സാധ്യമല്ല, ഇനി ഒരു കാര്യവും നടക്കത്തില്ല എന്ന് പറയുമ്പോഴാ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, വിശ്വസിച്ചാൽ, നമ്മൾ ഭയപ്പെടാതെ യേശുവിൻ്റെ സന്നിധി ചെന്ന് വിശ്വസിച്ചാൽ നമുക്കവിടെ മറുപടിയാ. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വിശ്വാസത്തിന്റെ. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യത്തില് ഹല്ലേലൂയ, പല വൈദ്യരാലും എല്ലാം കൊടുത്ത് എനിക്കിനി ഒന്നും സാധ്യമാകില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാ യേശുവിൻ്റെ വർത്തമാനം ഹല്ലേലൂയ ആ സ്ത്രീ കേൾക്കുവാനിടയായിത്തീർന്നു. അതായത് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവൾ, ഹല്ലേലൂയ, എല്ലാവരെല്ലാം തള്ളിക്കളഞ്ഞവളാ. ഇനി ഒരിക്കലും എനിക്ക് രക്ഷയില്ല, വസ്ത്രമെങ്കിലും തൊട്ടാൽ രക്ഷപ്പെടും. പ്രിയ മക്കളെ, നമ്മുടെ വിശ്വാസം എത്രമാത്രമായിരിക്കണം. ഹല്ലേലൂയ. ഇവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. അവൾ കർത്താവപ്പച്ചൻ്റെ അടുക്കലേക്ക്, അതായത് പുരുഷാരമെല്ലാം കടന്നു പോകുക, എങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എൻ്റെ യേശുപ്പൻ്റെ വസ്ത്രം തൊടും, എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലും. ഹല്ലേലൂയ. ആരാലും സൗഖ്യമാകുവാൻ കഴിയാതിരുന്നപ്പോൾ അവൾ എൻ്റെ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. നോക്കൂ, പുരുഷാരത്തിൽ പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു, ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നെന്ന. പ്രിയ മക്കളെ, നമ്മുടെയും ജീവിതത്തിലെ ഒരിക്കലും ഹല്ലേലൂയ ഒന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങളൊന്ന് കടന്നു വാ. അപ്പൻ്റെ സന്നിധി ഒന്ന് മുഴങ്കാൽ മടക്കാൻ നമ്മുടെ വിടുതൽ നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നത് കാണുവാൻ കഴിയുന്നത് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം തൊട്ടു നിന്നു. ഹല്ലേലൂയ. യേശുപ്പൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടപ്പോൾ, ഹല്ലേലൂയ, പ്രിയ ദൈവ പൈതലേ, നീ നാളുകളായിട്ട് യേശുവിനെ അറിഞ്ഞിട്ടും വേണ്ടും പോലെ ക്രിസ്തുവിനെ കേട്ടിട്ടും അപ്പനെ രുചിച്ചറിഞ്ഞില്ലെങ്കിൽ ഇന്ന് അപ്പനെ ഒന്ന് രുചിച്ചറി, നിന്റെ വിഷയങ്ങൾക്ക് മറുപടി. ഹല്ലേലൂയ. അപ്പനെ അറിഞ്ഞാൽ മാത്രം പോരാ, ഹല്ലേലൂയ, നമ്മൾ അറിയേണ്ടതുപോലെ അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവിക വിടുതല് നമ്മുടെ ജീവിതത്തില് നമുക്ക് അനുഭവിപ്പാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഇതുപോലെ തന്നെ പറയുന്നത്, അവന് ഏകദേശം 12 വയസ്സുള്ള ഏകജാതിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ യേശുപ്പനെ എപ്പോഴും തിക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കരുത്. ഏതു സമയത്തും നമ്മളെ അപ്പൻ്റെ ശബ്ദം കേൾപ്പാൻ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. ആ മുട്ടൊന്ന് സൗണ്ട് ഒന്ന് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയാ. ഹല്ലേലൂയ. നോക്കൂ, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്നൊക്കെ പറയും. നീ യേശുവിൻ്റെ അടുക്കൽ പോകണ്ട, ഇത്ര നാളായിട്ടും യേശുവിനെ വിളിച്ചപ്പോൾ നിനക്ക് എന്താ മറുപടി കിട്ടിയോ? നിന്റെ വിഷയം എന്താ? ഇപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? നിന്റെ അന്നത്തെ സ്ഥിതി ഇന്നത്തെ
സ്ഥിതിയും ഒരുപോലെ തന്നെയല്ലേ എന്നൊക്കെ പലരും നിന്നെ നിന്ദിക്കാം. പക്ഷേ അപ്പന്റെ സമയത്താണ് നമുക്ക് വിടുതൽ കിട്ടുന്നത്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. യേശുപ്പന്റെ സമയമാകുമ്പോൾ നമുക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 50-ാം വാക്യത്തിൽ പറയുന്നത് നോക്കൂ. അവൻ തന്റെ പുതപ്പും വിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്കൊന്ന് ചാടി എഴുന്നേൽക്കുവാൻ ഹല്ലേലൂയ കഴിയുന്നുണ്ടോ എങ്കിൽ ഹല്ലേലൂയ യേശു അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് വരുവാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ചാടി എണ്ണീറ്റ് നടക്കുവാനുള്ള കൃപ അപ്പൻ തരും. ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്നുള്ള ആ വിഷയത്തിന്മേൽ ദൈവം നമുക്ക് മറുപടി തരും. നോക്കൂ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. ബർത്തിമായി എന്ന് പറയുന്ന ഹല്ലേലൂയ കുരുടനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദാവീദ് പുത്രൻ അതുവഴി പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവൻ ഹല്ലേലൂയ നിലവിളിക്കുക. ഹല്ലേലൂയ. ദാവീദ് പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളി. ഹല്ലേലൂയ. ആര് നിലവിളിക്കുന്നോ അവിടെ മറുപടിയാ. നമ്മുടെ അപ്പൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. എത്ര പുരുഷാരമുണ്ടാകട്ടെ, ഹല്ലേലൂയ, ഏതെല്ലാം തിക്കും തിരക്കും ഉണ്ടാകട്ടെ, എങ്ങനെയെങ്കിലും ഒക്കെ ഹല്ലേലൂയ യേശുപ്പന്റെ അടുക്ക നമ്മൾ ചെല്ലുവാൻ നമ്മൾ തയ്യാറാണോ? ഹല്ലേലൂയ. അവിടെ വിടുതല. ഹല്ലേലൂയ. നോക്കുക, നിലവിളി കേട്ടപ്പോൾ പലരും അവനെ ശാസിക്കുക. നീ മിണ്ടാതിരിക്കെ, ഇത്ര ആൾക്കാരുടെ അടുക്കല് നിന്റെ നിലവിളി കേൾക്കാൻ എങ്ങനെ യേശുവിന് കഴിയും? ഹല്ലേലൂയ. യേശുപ്പൻ ഹല്ലേലൂയ നമ്മുടെ നിലവിളി കേൾക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പലരും നിന്നോട് പറയും, നീ ദൈവത്തെ വിളിക്കണ്ട, നീ വേറെ എല്ലാം എന്തെങ്കിലും കാര്യമൊക്കെ നോക്കെന്നൊക്കെ പറയും. പക്ഷേ യേശുപ്പന്റെ അടുക്കൽ ഒന്ന് വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നോക്കൂ, യേശുപ്പൻ ഇവിടെ പറയുന്നുണ്ട്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പോൾ യേശു നിന്നു. ഹല്ലേലൂയ. നിലവിളിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഏറ്റവും അധികം നിലവിളിക്കുന്നവരായി ഹല്ലേലൂയ അപ്പന്റെ സന്നിധിയിൽ എത്രമാത്രം കണ്ണുനീരൊഴുക്കാമോ അത്രമാത്രം കണ്ണുനീരൊഴുക്കി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ യേശുപ്പൻ നിലവിളി കേൾക്കും. നമ്മളെ കൈവിടുകയില്ല. ഹല്ലേലൂയ. നോക്ക്, എന്നിട്ട് യേശുപ്പൻ പറയാ, അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു നീ മിണ്ടാതിരിക്കെന്ന് പറഞ്ഞപ്പോൾ യേശുപ്പൻ പറയാ, അവനെ എൻ്റെ അടുക്കലേക്ക് അങ്ങ് വിളിക്കാൻ, എൻ്റെ അടുക്കലേക്കൊന്ന് വിളിക്ക്. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, യേശു നിന്ന് അവനെ വിളിപ്പീനെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് കുരുടനെ വിളിച്ചവൻ തൻ്റെ പുതപ്പിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ്. ഹല്ലേലൂയ. നോക്കൂ, പലപ്പോഴും ഇതുപോലെ ഒരു വിളി കേട്ടാ മതി ചാടി എഴുന്നേൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കും അനുഭവിപ്പാൻ ഇടയാവും. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ എങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. നോക്കൂ, ആരെല്ലാം പറഞ്ഞാലും യേശുപ്പൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ നോക്കൂ, ഒന്നും കിട്ടിയില്ല. യേശുപ്പൻ പറയാ, ഹല്ലേലൂയ, നീ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവീൻ. ഹല്ലേലൂയ. നമ്മളൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഹല്ലേലൂയ യേശുവിന്റെ ശബ്ദം നമ്മൾ ഹല്ലേലൂയ കേൾക്കുമ്പോൾ അത് അനുസരിച്ച് നമ്മളെ ചലിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ നിറയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തില് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. യേശുപ്പന്റെ സന്നിധിയിൽ നമ്മളൊന്ന് വലയിറക്കണം, അപ്പന്റെ വാക്കൊന്ന് കേൾക്കണം, ആ ആഴത്തിലേക്കൊന്ന് ഇറങ്ങണം. ഹല്ലേലൂയ. നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി നമ്മൾ പ്രയോജനപ്പെടുന്നവരായിത്തീരും. യേശുവിനെ അറിയുമ്പോൾ ഹല്ലേലൂയ ആ രുചിച്ചറിയുമ്പോൾ കർത്താപ്പച്ചനെ മനസ്സിലാക്കുമ്പോൾ നാം മാത്രമല്ല നമ്മളിൽ ഹല്ലേലൂയ മറ്റുള്ളവർ കൂടെ നമ്മളെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. ആ യേശുപ്പന്റെ ഗുണം നമുക്ക് വന്ന ചേഞ്ചസ് ഹല്ലേലൂയ മറ്റുള്ളവരത് മനസ്സിലാക്കി നമ്മളിലൂടെ മറ്റുള്ളവർ യേശുവിനെ അറിയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ പ്രിയ മക്കളെ പെരുത്ത മീൻ കൂട്ടമാ ഹല്ലേലൂയ അവന്റെ വലയിൽ കയറിയത്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒരു പെരുത്ത മീൻ കൂട്ടം പ്രിയ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ തയ്യാറാണോ? യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ദൈവമേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് അപ്പനുമായി
ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം അനുഭവിപ്പാൻ ഇടയാകണമേ. ക്രിസ്തുവിനെ ഒന്ന് ധരിക്കുവാൻ, എൻ്റെ യേശുപ്പന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വന്ന് അപ്പനുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ, അപ്പനെ ഒന്ന് രുചിച്ചറിയുവാൻ ഓരോ മക്കൾക്കും ഇടയാക്കണം കർത്താവേ. ജീവിതത്തിൽ പലവിധ വിഷയത്തിലൂടെ കടന്നു പോകുന്ന മക്കളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യണമേ. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.